നമുക്കിന്ന് ചെറിയൊരു വീഡിയോ നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. പക്ഷേ ഇത് ചെറുതാണെന്ന് വെച്ചത് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഇതിൽ വളരെ നല്ല കണ്ടന്റ് ഞാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ആണ് നടത്തുന്നത്. ഓക്കെ, സോ ഇന്ന് എന്ത് സംഭവിച്ചു, നാളെ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു അനാലിസിസ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഇതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാർട്ടിന്റെ സൈക്കോളജി, ബയ്യറും സെല്ലറും തമ്മിലുള്ള സൈക്കോളജി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, നിഫ്റ്റി ഡെയിലി ചാർട്ടാണ്. ഓക്കെ, സോ ഇന്ന് നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഡെയിലി ലെവലിൽ ഏതൊരു സ്പിന്നിങ് ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡോജി എന്നൊക്കെ നമുക്ക് പറയാം. അത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നോക്കുക. ഒരു റെസിസ്റ്റൻസിലാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. 24,500 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അവിടെയാണ് ഒരു ഡോജി സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് എന്താണ്, ഇതൊരു അപ് ട്രെൻഡ് ഇങ്ങനെ പോയി ഒരു ഇൻഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കറക്ഷൻ സാധ്യത ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ മേ ബി അത് കണ്ടിന്യൂഷനും ആകാം അല്ലേ. ഇങ്ങനെ പോയിട്ട് ഈ ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കാം. അതെന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഒരു സാധ്യത ഞാൻ പറയാം, രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ലെവലിൽ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ട് അല്ലേ, ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഉണ്ട്, ചാർട്ട് പാറ്റേൺ ഉണ്ട്. അതായത് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, എന്താണിത്? ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ, രണ്ട് ഹെഡ് ഷോൾഡർ, ഒരു ഹെഡ്. ഓക്കെ, ഇതിന് ഒരു ഡെയിലി ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു 25,700 വരെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തെന്നാണ് അർത്ഥം അല്ലേ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ നിഫ്റ്റി അടുത്തത് ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്, അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഒരു റെസിസ്റ്റൻസ് ആണ്. ഏകദേശം 25,700 800 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നാളെയോ മറ്റന്നാളോ പോകുന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഷോർട്ട് റണ്ണിൽ അവിടെ വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എഫ് ഐയുടെ ഇന്നത്തെ ഒരു വ്യൂ നോക്കുക. ഇന്നത്തെ വ്യൂ, എഫ് ഐയുടെ വ്യൂ എന്ന് പറയുന്നത് ക്യാഷിനെ സംബന്ധിച്ച് അവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് 4-ാം തീയതി ഡിസംബറിൽ ബൈ ക്രോർസിലാണ്. ഒരു 20,000 ക്രോർസ് ബൈ ചെയ്തിട്ടുണ്ട്, ഒരു 18,000 ക്രോർ സെല് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഒരു 1,800ഓളം ബൈ ആണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് അവരുടെ ഫണ്ട് വന്നിരിക്കുകയാണ് അല്ലേ, ഫണ്ട് ഇൻഫ്ലോ ആയിരിക്കുകയാണ്. ഓക്കെ, മാർക്കറ്റിൽ എഫ് ഐയുടെ ഫണ്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു അതൊരു പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ അത് മാർക്കറ്റിന് അപ്പ് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ ചാർട്ടിൽ തന്നെ ഇതിനൊരു ബൈയിങ് സിഗ്നൽ ഇന്ന് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്കിത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കുക. ഇതൊരു 5 മിനിറ്റ്സിന്റെ ചാർട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇന്നലെ മാർക്കറ്റ് അപ്പായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ സിഗ്നലോടെ താഴെ പോകാതെ തന്നെ റിജക്ഷൻ നടന്ന് ഇവിടെ നിന്നുള്ള സെല്ലിംഗ് എല്ലാം ബയേഴ്സ് അബ്സോർവ് ചെയ്തിട്ട് ഈ മാർക്കറ്റ് മേളിലേക്ക് പോയി ഒരു പോസിറ്റീവ് ക്യാൻഡിലായിട്ട്, ഇത് റെഡ് ആണെങ്കിലും നമുക്കൊരു പോസിറ്റീവ് ക്യാൻഡിലായിട്ട് ഇതിനെ കാണാൻ പറ്റും, വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു, മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു അപ്പ് മൂവ് പോയിട്ട് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു. കാരണം ഈ വരച്ചിട്ടിരിക്കുന്ന ഈ സോൺ എന്ന് പറയുന്നത് ഒരു, ഞാൻ നേരത്തെ കാണിച്ച 24,500 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോണാണ്. അത് ഡെയിലി ടൈം ഫ്രെയിമിലെ ഒരു റെസിസ്റ്റൻസ് ആണ്, അത് മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആ ഒരു സോണാണ് ഇത്. ആ സോണിൽ തന്നെ ട്രേഡ് ചെയ്ത് ഇങ്ങനെ പോയി നിന്നു. അതിനെ ബ്രേക്ക് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചെങ്കിലും മാർക്കറ്റിന് വലിയൊരു മൊമെന്റം പിന്നീട് തന്നില്ല. അപ്പോൾ ഇവിടെ എന്തായാലും എടുത്തവർ അത്യാവശ്യം അവർക്ക് പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇതൊരു സപ്ലൈ സോൺ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് സ്മാർട്ട് മണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇവിടെ എൻട്രി എടുത്തവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അത് നമ്മൾ കണ്ടു അല്ലേ, പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് കൊണ്ട് ഇങ്ങനെ ചെറിയൊരു കറക്ഷൻ വന്നു. ഓട്ടോമാറ്റിക്കലി ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്യാൻഡിൽസ്റ്റിക്കിന്റെ ഒരു ആക്ഷൻ നോക്കിയിട്ട് നമ്മൾ ഇവിടെ വീണ്ടും ലോങ് എൻട്രി എടുക്കാൻ നോക്കും. ഓക്കെ, അതാണ് ഇവിടെ എക്സാക്ട്ലി സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലും കണ്ടിട്ട് ഇവിടെ ആൾക്കാർ ലോങ് എൻട്രി എടുത്തു. ലോങ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആണെങ്കിൽ ബൈ ചെയ്യും, ഫ്യൂച്ചേഴ്സ് ചാർട്ട് ആണെങ്കിൽ ബൈ ചെയ്യും, ഓപ്ഷൻസ് ആണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, പുട്ട് ഓപ്ഷൻ സെല്ലും ചെയ്യും അല്ലേ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോങ് എൻട്രി എടുത്തു എന്ന് വെക്കുക, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇവിടെ നിന്ന് ബൈ നടന്നു എന്ന് വെക്കുക. ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട്, ഈ രണ്ട് ക്യാൻഡിൽ കണ്ടിട്ട് ഇവിടുന്ന് ബൈ ചെയ്യുന്നു വെച്ചാൽ, അതായത് അപ് ട്രെൻഡ് പോയി ഒരു ഡിപ്പ് വന്നു, ഇവിടുന്ന് ആൾക്കാർ ബൈ ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും അല്ലേ. ബൈ ചെയ്ത ഓർഡറിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിരിക്കും അല്ലേ, ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അങ്ങനെ ഇവിടെ ബൈ ചെയ്തു ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇവിടം വരെയെങ്കിലും മാർക്കറ്റ് സഞ്ചരിച്ചാലാണ് ഒരു പ്രോഫിറ്റ് നല്ല രീതിയിലൊരു റിവാർഡ് കിട്ടുക. ഒരു 1:2 എങ്കിലും കിട്ടണമെങ്കിൽ ഇവിടം വരെയെങ്കിലും മാർക്കറ്റ് സഞ്ചരിക്കണം. അതിനുശേഷം മാർക്കറ്റ് സഞ്ചരിച്ചില്ല, വീണ്ടും ഒന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഇതിന് താഴെ പോകാതെ തന്നെ വീണ്ടും ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ തന്നു, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഫോമായി. ഇത് ഫോം ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇവിടെ ബൈ ചെയ്തവർ കൂടുതൽ ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യും അല്ലേ, വീണ്ടും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ബൈ ചെയ്യും. പിന്നെ ഇവിടെ വാങ്ങാൻ പറ്റാത്തവർ ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും ഒരു ഡബിൾ കൺഫർമേഷൻ ആകുമ്പോൾ ഇവിടെയും വാങ്ങും. അപ്പോൾ അവരുടെയും SL ഇവിടെ ഉണ്ട്, ഇവരുടെയും SL ഇവിടെ ഉണ്ട്. ഇതൊരു ബൾക്ക് ഓർഡർ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല, ബൾക്ക് ഓർഡേഴ്സ് ആണ്. ഓക്കെ, എന്ത് സംഭവിച്ചു, വീണ്ടും മാർക്കറ്റ് ഇവിടെ പോയാലാണ് ഇവിടെ ഉള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുള്ളൂ. മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല, കൺസോൾട്ടേഷൻ, നല്ല കൺസോൾട്ടേഷൻ. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പം ഇവിടെ കിടന്ന SL ഓർഡേഴ്സ് എല്ലാം ഹിറ്റായി നമ്മുടെ മാർക്കറ്റ് എവിടെ വന്നു, ഇവിടെ വരെ വന്നു അല്ലേ, അതല്ലേ സംഭവിച്ചത്. അപ്പം അവിടെ വന്നത് എന്തുകൊണ്ടാണ്, അവിടെ വന്ന് ഓൾട്ടായി, എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു മേജർ ലെവലുണ്ട്, ഇവിടെ ഒരു മെയിൻ സപ്പോർട്ട് ഉണ്ട്, കണ്ടില്ലേ, ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈയും അതുപോലെ ഇന്നലെ ഡിപ്പ് വന്ന ഏരിയയും ഇവിടെ മേജർ സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്ത് മേളിൽ പോയപ്പോഴത്തേക്ക് ഇത് മേജർ സപ്പോർട്ടായി അല്ലേ. ആ സപ്പോർട്ട് വന്നപ്പോഴത്തേക്കും സ്മാർട്ട് മണിക്ക് എന്ത് സംഭവിച്ചു, വളരെ കുറഞ്ഞ് ഇവിടെ നിന്ന പ്രൈസിൽ നിന്നും വളരെ കുറഞ്ഞ പ്രൈസിന് അവർക്ക് സ്റ്റോക്ക് കിട്ടി. അപ്പോൾ അവർ ഇവിടുന്ന് വാങ്ങി. അപ്പോൾ ഇതൊരു ട്രാപ്പ് ക്യാൻഡിലാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് സ്മാർട്ട് മണിയുടെ ഒപ്പം പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ഇവിടുന്ന് ബൈ ചെയ്യും. ഇതൊരു സപ്പോർട്ട് സോൺ ആണ്, എന്തായാലും ഇത് ബ്രേക്ക് ചെയ്ത് പോകാൻ പാടുപെടും. കാരണം ഇത് ട്രെൻഡ് അപ്പായി നിൽക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ബൈയിങ് നടക്കും. ഇതൊരു ഡിമാൻഡ് സോൺ ആണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ബൈ നടന്ന് മാർക്കറ്റിനെ മേളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. ഇനി ഈ മേളിലേക്ക് പോയ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവല് എന്തായി, ഇത് ആദ്യം ഇത് ബ്രേക്ക് ചെയ്തപ്പം ഇത് ആദ്യം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇവിടുന്ന് ബൈ ചെയ്തു, അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് എന്തായി, റെസിസ്റ്റൻസ് ആയി അല്ലേ. അത് ഇവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ അത്യാവശ്യം നല്ലൊരു റിവാർഡ് ഉണ്ട്. ഇവിടെ ബൈ ചെയ്തവർക്ക് ഇവിടെ വരെ വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇവിടെ എന്താ സംഭവിച്ചത്, ഇത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടുന്ന് മാർക്കറ്റിന് ചെറിയൊരു കറക്ഷൻ വന്നു അല്ലേ. ഇവിടെയും പുട്ടെടുക്കുന്നവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും, എന്നാലും നമ്മൾ അതിലേക്ക് അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഇത് അപ് ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ഇപ്പം കറക്ഷൻ നടന്നെങ്കിലും അടുത്ത ഇതിനത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇവിടെ എൻട്രി എടുക്കുന്നത് കുറവായിരിക്കും, പ്രൊഫഷണൽ ട്രേഡേഴ്സ് എടുക്കില്ല. അപ്പം ഇവിടെ വന്നിട്ട് ചെറിയൊരു കറക്ഷൻ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവൽ വന്നപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാതെ അതിനെ ബ്രേക്ക് ചെയ്തു അല്ലേ. ആ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അതിന്റെ മുകളിൽ കയറി ഒരു ക്യാൻഡിലും ഫോം ആയി. അതിനുശേഷം നോക്കുക, ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു ഹാമർ ഇവിടെ ക്രിയേറ്റ് ആയി അല്ലേ. ഇവിടെ ഒരു ഹാമർ ക്രിയേറ്റ് ആയി, അതിനുശേഷം ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഇവിടെ ക്രിയേറ്റ് ആയി. എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ആദ്യം ഇത് സപ്പോർട്ടായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയി, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് മേളിൽ കയറിയപ്പോൾ ഇത് വീണ്ടും എന്തായി, സപ്പോർട്ടായി അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5 പ്രാവശ്യം ടച്ചിങ്സ് വന്ന ഒരു ലെവലായി മാറി. അപ്പോൾ ആ ലെവലിന് ഒരു പ്രസക്തി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നവർക്ക് മനസ്സിലാവും. ഇത്രയും നേരം ആ ലെവല് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്ത് അത് ബ്രേക്ക് ഡൗണും ഒക്കെ തന്നുവെങ്കിൽ ആ ലെവലിന് ഒരു പ്രസക്തി വന്നു എന്ന് മനസ്സിലായില്ലേ. ഇനി വീണ്ടും എന്ത് സംഭവിച്ചു, ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേൺ കണ്ടിട്ട്, അതായത് ഹാമറും എൻഗൾഫിംഗ് കണ്ടുകൊണ്ട് ഇവിടെ വീണ്ടും ആൾക്കാർ എന്ത് ചെയ്തു, ബൈ ചെയ്തു. ഇവിടെ സംഭവിച്ച അതേ കാര്യം ഇവിടെയും സംഭവിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, അവരുടെ സ്റ്റോപ്പ് ലോസ് അവരവിടെ വെച്ചു, ഇവിടെ വെച്ചു അല്ലേ. വീണ്ടും നോക്കുക, ഈ മാർക്കറ്റ് ഇവിടെ ബൈ ചെയ്തവർക്ക് ഇവിടെയെങ്കിലും പോയാലല്ലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ, പോയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, അടുത്തത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് വന്നപ്പോഴത്തേക്കും ഈ SL എല്ലാം ഹിറ്റായപ്പോൾ മാർക്കറ്റ് പടാറെന്നും പറഞ്ഞിട്ട് ഇത് ഇവിടെ വന്നു അല്ലേ, ഇവിടെ വന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് സംഭവിച്ചു, ഇവിടെയും ഒരു പുട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രീമിയം കൂടി നമുക്ക് സ്കാൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പുട്ടിന് സ്കാൽപ്പിന് സ്കോപ്പ് ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി. ഇനി നമ്മൾ ഇവിടെ എൻട്രി എടുക്കാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാപ്പ് കണ്ടിട്ട് പുട്ട് വാങ്ങിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കാൽപ്പ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചോദിക്കും, ഈ ഒരു വലിയ ഒറ്റ ക്യാൻഡിൽ വന്നില്ലേ, ഇവിടെ എവിടെ പോയിട്ട് ഞാൻ എൻട്രി എടുക്കാനാ, എൻട്രി എടുത്താൽ തന്നെ ഈ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും എൻ്റെ എൻട്രി കിട്ടുക. ഇവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് സംഭവിക്കുക, എനിക്ക് നഷ്ടം സംഭവിച്ചില്ല, മാർക്കറ്റ് തിരിഞ്ഞു പോയി. കാരണം ഇതൊരു സപ്പോർട്ട് സോൺ ആണ്, ഇവിടെ എൻട്രി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല, നമ്മൾ നഷ്ടത്തിലേ പോവുള്ളൂ ഇവിടെ പുട്ട് വാങ്ങി കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, അതിനാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഇതിനെ 1 മിനിറ്റിലേക്ക് നമ്മൾ മാറ്റും. ഓക്കെ, ചാർട്ടിനെ നമ്മൾ 1 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. മാറ്റിയിട്ട് നമ്മൾ ഇതിനെ അനാലിസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രാപ്പ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ഈ SL ഇവിടെ ഹിറ്റ് ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ചാർട്ടിനെ ഏകദേശം ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചാർട്ടിനെ 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ മൂവ്മെന്റ് നമുക്കപ്പോൾ കാണാൻ പറ്റുമല്ലോ. ഇത് ക്ലോസ് ചെയ്ത ഉടനെ നമ്മൾ പുട്ട് വാങ്ങുക. ഓക്കെ, പുട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നേരെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു 100 പോയിന്റിന്റെ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് ദ മണി പുട്ടാണെങ്കിൽ ഏകദേശം ഒരു 50 പോയിന്റ് പ്രീമിയത്തിൽ കൂടും. ഓക്കെ, നല്ലൊരു ട്രേഡാണ്, സമ്മതിച്ചേ.
അതേ ആക്ഷൻ തന്നെയാണ് എവിടെ സംഭവിച്ചത്. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സപ്പോർട്ട് അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ഡൗൺ തന്നു, വീണ്ടും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് മേളിൽ കയറുന്നു, വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തപ്പോൾ ഇവിടെ ആൾക്കാർ കോൾ വാങ്ങി. ആ ആൾക്കാരുടെ SL ഇവിടെ ഉണ്ട്, അത് വീണ്ടും ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു വലിയൊരു മൊമെന്റം വന്നത്. അപ്പോൾ ഇതിലും നമുക്ക് 1 മിനിറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ മേളിൽ വെക്കാൻ പറ്റില്ല, കാരണം വലിയൊരു റിസ്ക് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതൊരു സോൺ ആയതുകൊണ്ട്, ഏരിയ ആയതുകൊണ്ട് ഇതിന്റെ മുകളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, നമ്മളിവിടെ എൻട്രി എടുത്തു, പുട്ട് വാങ്ങി, നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് പോയോ? ഇല്ല. കുറച്ച് കയറിയിട്ട് വീണ്ടും എന്തായി മാർക്കറ്റ് ഇറങ്ങി. ഇവിടെ വെച്ച് വേണേൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും. അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തായാലും പ്രോഫിറ്റ് കിട്ടും. എന്താണ്, എത്ര ലെവൽ എത്രയെന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം 50 പോയിന്റ് കിട്ടില്ല. 50 പോയിന്റിലും നിഫ്റ്റിയുടെ പ്രീമിയത്തിൽ അറ്റ് ദ മണി പുട്ടാണെങ്കിൽ 25 പോയിന്റ് പോട്ടെ, 20 പോയിന്റ് പ്രീമിയം എന്തായാലും കിട്ടും ഇല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് കിട്ടി. ഇത് രണ്ടും എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്? സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിലൂടെയാണ് നമുക്ക് ഈ 2 എൻട്രിയും കിട്ടിയേക്കുന്നത് അല്ലേ. ഇനി നമുക്ക് വീണ്ടും ചാർട്ടിനെ 5 മിനിറ്റിലേക്ക് കൊണ്ടുവരാം. 5 മിനിറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഒന്നും കൂടി. നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ക്യാൻഡിൽ ഫോം ആയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അതായിരുന്നു ഈ വീഡിയോയുടെ ഇൻറ്റൻഷനും. എന്തുകൊണ്ട് ഈ ഒരു വലിയ ക്യാൻഡിൽ വന്നു, ഓക്കെ, എന്തുകൊണ്ട് ആൾക്കാരുടെ പൈസ, ഈ ക്യാൻഡിൽ ലോങ് എടുത്തവരുടെ പൈസ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനുശേഷം വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഞാൻ പറഞ്ഞു മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ടു. അത് ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രം മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്നത്തെ ഡോജി ക്യാൻഡിലായതുകൊണ്ട് റിവേഴ്സലിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത് നാളത്തെ ട്രേഡിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നാളെ ഒരു ക്ലോസിങ് ഈ പറയുന്ന 24,500 മുകളിൽ തന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് വരും ദിവസങ്ങളിൽ പതിയെ സഞ്ചരിച്ച് 25,700, 25,750, 800 ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. നാളെ ക്ലോസിങ് 24,500 മുകളിൽ തന്നു കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, FIയുടെ വ്യൂസ് ആണ് ഞാൻ പറഞ്ഞത് അല്ലേ. FIയുടെ വ്യൂസും ബൈങ്ങിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് മേളിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി FIയുടെ വ്യൂ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിലെ ആക്ഷൻ ആണ് നോക്കേണ്ടത്. ലാസ്റ്റ് മിനിറ്റിലെ ആക്ഷൻ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. ഈ ഒരു ഹാമർ ക്യാൻഡിൽ നോക്കിയേ, ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ സപ്പോർട്ട്, അതായത് ഈ ഡിമാൻഡ് സോണിന് മുകളിലാണ് ഈ ഒരു ഹാമർ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ബൈ ആണ് നടന്നിരിക്കുന്നത് അല്ലേ, ഉറപ്പാണേ. അതായത് ഈ ഒരു സപ്പോർട്ട് നോക്കുക, ഈ ഒരു ഡിമാൻഡ് സോൺ നോക്കുക, ഇതിന്റെ ഒപ്പത്തിനും ഇതിന്റെ മുകളിലുമാണ് ഈ ഒരു ഹാമർ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അതായത് ബൈ നടന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇവിടെ ബൈ നടന്നേക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ പോയി ഇവിടെ നിൽക്കുന്നത്. അപ്പോഴും ഇതൊരു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നാളെ ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ എവിടെയെങ്കിലാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇവിടുന്ന് സപ്പോർട്ട് കൊടുക്കുന്നതാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ പോകും. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോകും. ഇനി ഒരുപാട് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി നാളെ ഈ ഡിമാൻഡ് സോണിന് താഴെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ, എന്നിട്ട് അതിന് ശേഷം കുറച്ചു നേരം കൺസോളിഡേറ്റ് ചെയ്ത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കറ്റിന് വീണ്ടും കുറച്ചും കൂടെ താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഡെയിലി ലെവലിലെ ഇൻഡിസിഷൻ ക്യാറ്റിന്റെ താഴെയായിരിക്കും ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു കറക്ഷൻ ഫേസിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നാളെ എവിടെയാണ് ഓപ്പൺ ആകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബൈയിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, കൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ FIന്റെ വ്യൂവും ഉള്ളത്. ഓക്കെ, നെറ്റ് ബൈ ഉള്ളത്. അപ്പം എന്തായാലും ഈ 2 ഫാക്ടർ വെച്ചിട്ട് നമുക്ക് നാളെ ഒരു ബുള്ളിഷ് വ്യൂ നമുക്ക് വെക്കാം. പക്ഷേ എപ്പോഴും ഒരു ന്യൂട്രലായിട്ട് തന്നെ ഇരിക്കുക. കാരണം നാളെ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചും ഇന്ന് രാത്രിയിലും നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പൊക്കെ നടക്കുന്ന ഇവന്റുകളും അല്ലെങ്കിൽ ന്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്തും സംഭവിക്കാം. അപ്പം നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ് എങ്കിൽ പോലും നമ്മൾ ന്യൂട്രൽ ആകുക. ന്യൂട്രൽ ആയതിനു ശേഷം നാളെ പ്രൈസ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഒരു 5-10 മിനിറ്റ് എവിടെയാണ് ട്രേഡ് നടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ വ്യൂവിൽ നമുക്ക് ചേഞ്ച് വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പം ആരും ബുള്ളിഷ് ആണെന്ന് പറഞ്ഞിട്ട് ലോങ് എൻട്രി എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. കാരണം മാർക്കറ്റ് ചിലപ്പം ഡയറക്ഷൻ താഴേക്ക് പോകുന്നതായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വ്യൂ മാറ്റി വെച്ചേ പറ്റൂ. നമ്മൾ അതും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചാർട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ക്യാൻഡിൽ എന്തുകൊണ്ട് വന്നു, ഇതൊരു ചൂതാട്ടമാണ്, മാർക്കറ്റ് മുഴുവൻ ട്രാപ്പാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി
ഞാനൊന്നത് കാണിച്ചു തന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഇതൊക്കെ ഒരു പെയ്ഡ് കോഴ്സിൽ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും ഇതൊക്കെ ഇത്ര ക്ലിയർ ആയിട്ട് ഇൻഡെപ്തിൽ പറഞ്ഞു കൊടുക്കും എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോസിലോ ബുക്കിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചാർട്ടുകൾ പല ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് കീറി മുറിച്ച് പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സൈക്കോളജി ഇതായിട്ട് മാച്ച് ആവില്ല. നമ്മളെപ്പോഴും ലൈവ് മാർക്കറ്റിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനും വരയ്ക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഇതിലേക്കൊന്നും നമ്മുടെ ഫോക്കസ് പോവില്ല. ഓക്കെ, അതിനൊക്കെ കുറേ എക്സ്പീരിയൻസും പ്രാക്ടീസും ഒക്കെ വേണം. അപ്പം വളരെ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ട് എടുത്ത് ഇതൊക്കെ വരച്ച് കണ്ട് മനസ്സിലാക്കി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈവ് മാർക്കറ്റിൽ ഇത് കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂടും. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവും. അപ്പോൾ ഇത് ഒരു പോസ്റ്റ്മോർട്ടമാണ് ശരിക്കും. ഓക്കെ, നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ മാർക്കറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരാളും ചിലപ്പോൾ പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വിലയേറിയ കണ്ടന്റ് വളരെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയും ഇത്തരം കാര്യങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ വളരെ നല്ല രീതിയിൽ കണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് കണ്ട് അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നെറ്റ്വർക്കിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോയ്ക്ക് മാക്സിമം റീച്ചും സബ്സ്ക്രിപ്ഷനൊക്കെ കൂട്ടിത്തരിക. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായിട്ട് ഞാൻ കൂടുതൽ നല്ല കണ്ടന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. അത് ഉറപ്പാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, വാച്ച് ചെയ്താൽ മാത്രം പോരാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും കൂടി പറയുക. ഓക്കെ, അങ്ങനെ മാക്സിമം ഒരു റീച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സിൽ കിട്ടാത്ത പോലെ ഉള്ള കണ്ടന്റുകൾ പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ട്രേഡേഴ്സായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ നല്ല കണ്ടന്റുകൾ സംസാരിക്കാം. അപ്പോൾ ഇപ്പം ഏതായാലും വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.